ഏറ്റവും എക്സ്പെൻസീവായ സിനിമ കണ്ണൂർ സ്ക്വാഡായിരുന്നു. അപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങുന്നതിന് കുറച്ച് മാസം എടുക്കുമ്പോൾ ഞാനും അസീസും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു വിരുന്ന് നമുക്ക് തരികയാണ്. അല്ല, ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ്, ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കും അസീസിനും നമുക്ക് ബിരിയാണി വിളമ്പി തരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പല ആൾക്കാരും പല തോതിലുള്ള, ഞാൻ കാണാത്ത പല തോതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഗ്, പല 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 സാധനങ്ങൾ. അപ്പോൾ ഞാൻ അസീസൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മാത്രം കുറച്ച് കുറച്ചേ കഴിക്കുന്നുള്ളൂ. നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ എവിടെ ഉണ്ടാവും, നമുക്ക് എറണാകുളത്ത് ഉണ്ടാവും, മറ്റന്നാൾ പടം റിലീസാകുമ്പോൾ ഈ നാളെ വീട്ടിൽ എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഞാൻ ആലോചിച്ചു, മറ്റന്നാൾ പടം റിലീസായിട്ട് ഒരു മഹാഭാഗ്യമല്ലേ, നമുക്കോടൊപ്പം നൈറ്റ് സ്പെൻഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. മറ്റന്നാൾ പടം റിലീസായി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ഒന്നും പക്ഷേ അതിൻ്റെ പുറത്തു വിടുള്ളൂ. എന്താ നമുക്ക് അല്ല, നിന്റെ അവിടെ നിന്ന് വെട്ടി കണ്ടിച്ചിട്ടുണ്ടായിട്ട് സ്വിമ്മിംഗ് പൂൾ വഴി ഞാൻ നിന്നെ കൊടുക്കും. അപ്പം നമുക്കത് കായലല്ലേ, അത് കായലിൽ നിന്റെ ആവശ്യമില്ലല്ലോ. അത്രയും എക്സ്പെൻസീവ് ഉള്ള സിനിമയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 28 എനിക്ക് 2ാമത്തെ ആയുസ് നൽകി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാക്കി എല്ലാ സ്റ്റാഫിനും എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്ത എല്ലാ ഗംഭീര സിനിമകൾക്കും, നൻപുകൾ നേരത്തെ മയക്കം, റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം ഇത് കൊടുമൺ പോറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ ഭാസ്കർ പട്ടേലറൊന്നും അല്ല അതിൻ്റെ മുകളിലുള്ളൊരു സാധനം. അതല്ല, ചുമ്മാ ടീസർ